എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മോളിൻ്റെത് ഓക്കെ, നമ്മുടെ ആ ടേബിൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള മോളിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? MOL എന്നാണ് എഴുതിയത്. MOL. മീറ്ററിൻ്റേത് നമ്മൾ സ്മാൾ m എന്നാണ് ഇട്ടത്. ഓക്കെ, മീറ്ററിന് എന്തിട്ടു? സ്മാൾ m ഇട്ടു. മോളിന് നമ്മൾ MOL ഇട്ടു. മീറ്ററിന് സ്മാൾ m ഇട്ടിട്ട് നമ്മൾ ഏത് പറഞ്ഞപ്പോൾ കെൽവിൻ പറഞ്ഞ സമയത്ത്, തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ എന്ന യൂണിറ്റ് പറഞ്ഞ സമയത്ത് അത് നമ്മളെങ്ങനെ എഴുതിയത്? ക്യാപിറ്റൽ K ആയിരുന്നു എഴുതിയത്. നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഫോഴ്സിൻ്റെ യൂണിറ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ ക്യാപിറ്റൽ N ആണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റുകളുടെ യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് ചിലയിടങ്ങളിൽ നമ്മൾ സ്മാൾ ലെറ്റർ ഉപയോഗിക്കുന്നു, ചിലയിടങ്ങളിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നു, ചിലയിടങ്ങളിൽ ഒരു പേര് മൊത്തത്തിൽ നമ്മൾ സ്മാൾ ലെറ്ററിൽ എഴുതുന്നു അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് തോന്നുകയാണ് 10 ന്യൂട്ടൺ എഴുതുമ്പോൾ നമുക്ക് N എന്നിടണ്ട, മൊത്തത്തിൽ അങ്ങ് മുഴുമിച്ചെഴുതാം എന്ന് തോന്നിയിട്ട് നമ്മളിങ്ങനെ എഴുതുകയാണ്, 10 ന്യൂട്ടൺ എന്നെഴുതുകയാണ്. ഇങ്ങനെ നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എഴുതുകയാണ്. ഇത് ശരിയാണോടെ? ഇങ്ങനെ നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയാണോ? അല്ല, ഇങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ്. പക്ഷേ 10 ന്യൂട്ടൺ എന്ന് സിമ്പിൾ മാത്രമിട്ട് എഴുതിയാൽ, ഈ യൂണിറ്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് സിമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ N എന്ന സിമ്പിൾ മാത്രമിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ന്യൂട്ടൺ എന്നെഴുതിയാൽ ഇത് ശരിയാണ്. പക്ഷേ 10 ന്യൂട്ടൺ നിങ്ങൾ സ്മാൾ n ഇട്ടാൽ ഇത് തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, ഇതൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എവിടെ, ഏതൊക്കെ യൂണിറ്റുകൾ എഴുതുമ്പോൾ ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ്. പാർസെക് എന്തിൻ്റെ യൂണിറ്റാണ്? അപ്പോൾ സെക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം ആണെന്ന് എഴുതാൻ തോന്നുന്നു അല്ലേ? പക്ഷേ ഇതിൻ്റെ ഉത്തരം ടൈമല്ല. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റൂൾസ് ഓഫ് റൈറ്റിംഗ് എ യൂണിറ്റ്, ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ഉള്ള റൂൾ എന്താണ്? അപ്പോൾ നമുക്ക് സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചും ഒരു യൂണിറ്റ് എഴുതാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു യൂണിറ്റ് എഴുതാം. പക്ഷേ എവിടെയൊക്കെ സ്മാൾ ഉപയോഗിക്കണം, എവിടെ? നമ്മൾ തന്നെ കണ്ടു, മീറ്റർ എഴുതിയപ്പോൾ സ്മാൾ m ആണ് അല്ലേ, ന്യൂട്ടൺ എഴുതിയപ്പോൾ ക്യാപിറ്റൽ N ആണ്. അപ്പോൾ എവിടെയൊക്കെ സ്മാൾ ഉപയോഗിക്കണം? ഓക്കെ, സാധാരണയായി നമ്മൾ യൂണിറ്റുകളുടെ സിമ്പിൾസ് എന്തിലാണ് എഴുതാറുള്ളത്? ലോവർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ് എഴുതാറുള്ളത്. അതുകൊണ്ടാണ് മീറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ എന്തിലെഴുതിയത്? സ്മാൾ എമ്മിൽ എഴുതിയത്. കണ്ടോ, മീറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ സ്മാൾ എമ്മിലാണ് എഴുതിയത്. സെക്കൻഡിൻ്റെ യൂണിറ്റ് നമ്മൾ സ്മാൾ എസ്സിലാണ് എഴുതിയത്, ക്യാപിറ്റൽ S അല്ല. കിലോഗ്രാമിൻ്റെ യൂണിറ്റ് നമ്മൾ സ്മാൾ കെയും സ്മാൾ ജിയും വെച്ചാണ് എഴുതിയത്. അപ്പോൾ ജനറലി നമ്മൾ ജനറൽ യൂണിറ്റുകളുടെ സിമ്പലുകൾ നമ്മൾ എന്തായിട്ട് സ്മാൾ ലെറ്റേഴ്സായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം വരും. അവിടെ മനസ്സിലാക്കേണ്ടത്, കെൽവിൻ, തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആയത് എന്തുകൊണ്ടാണ്? ലോഡ് കെൽവിൻ എന്ന ആളോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് കെൽവിൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ പേരിൽ നിന്നാണ് കെൽവിൻ ഉണ്ടായത്. ഫോഴ്സിന് എങ്ങനെയാണ് ന്യൂട്ടൺ എന്ന യൂണിറ്റ് വന്നത്? സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ആളിൻ്റെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ന്യൂട്ടൺ എന്ന യൂണിറ്റ് അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആളുകളുടെ പേരിൽ നിന്ന് വന്ന യൂണിറ്റുകളാണെങ്കിൽ അവയുടെ സിമ്പിൾ ഇടുമ്പോൾ, യൂണിറ്റ് മൊത്തത്തിൽ എഴുതുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, മീറ്റർ എന്ന് നിങ്ങളിവിടെ മൊത്തത്തിൽ എഴുതിയിരിക്കുകയാണ്, സെക്കൻഡ് എന്ന് മൊത്തത്തിൽ എഴുതിയിരിക്കുകയാണ്, കിലോഗ്രാം എന്ന് മൊത്തത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതാണ് മൊത്തത്തിൽ വേർഡായിട്ട് യൂണിറ്റ് എഴുതുന്ന രീതി, മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം. അങ്ങനല്ലാതെ സ്മാൾ m ഇട്ടാൽ അത് സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ ഓഫ് യൂണിറ്റാണ്. ഈ സ്മാൾ m, സ്മാൾ s, സ്മാൾ kg ഇതൊക്കെ സിമ്പിൾ ഓഫ് യൂണിറ്റാണ്. അങ്ങനെ ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റിനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ സിമ്പിൾ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം.
എന്താണ്? ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റിനെ സിമ്പൽ ഉപയോഗിച്ചുണ്ടോ? സിമ്പൽസ് ഫോർ യൂണിറ്റ്സ് നെയ്മഡ് ആഫ്റ്റർ പേഴ്സൺസ്. എന്താണ്? സിമ്പൽസ് ഫോർ യൂണിറ്റ്സ് നെയ്മഡ് ആഫ്റ്റർ പേഴ്സൺ ഷുഡ് ബി റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ജൂൾ എന്നത് ആളിൻ്റെ പേരാണ്, അപ്പോൾ ക്യാപിറ്റൽ ജെ കൊടുക്കണം. സിമ്പൽ മാത്രമാണ് എഴുതുന്നതെങ്കിൽ ക്യാപിറ്റൽ ജെ കൊടുക്കണം. ന്യൂട്ടൺ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, യൂണിറ്റ് അല്ല, ആളിൻ്റെ പേരാണ് ജൂളും ന്യൂട്ടണും വെച്ച് എഴുതിയിരിക്കുന്നത്. യൂണിറ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, നമ്മൾ പറയും. അപ്പോൾ ന്യൂട്ടൺ N, കെൽവിൻ ഏത്? ക്യാപിറ്റൽ K. ഇതൊക്കെ എന്താണ്? ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റുകളാണ്. അപ്പോൾ ആ 2 റൂളെന്ന് ഓർത്തേടെ. ജനറൽ യൂണിറ്റുകളാണെങ്കിൽ, അതായത് ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റുകൾ അല്ലെങ്കിൽ അവയെ സിമ്പൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ ലോവർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ സിമ്പലിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സേ ഉപയോഗിക്കാവൂ. സിമ്പലിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാവൂ. ഇനി സിമ്പലായിട്ടല്ല നിങ്ങൾ എഴുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ന്യൂട്ടൺ എന്ന് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാവൂ? ഇങ്ങനെയേ എഴുതാവൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് അല്ല, ഇത് ആളിൻ്റെ പേരാണ്. ഈ ന്യൂട്ടൺ ആളിൻ്റെ പേരാണ്. യൂണിറ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. യൂണിറ്റ് എഴുതുമ്പോൾ, അതായത് എൻ്റെ പേര് ഹരികൃഷ്ണൻ RS എന്നാണെങ്കിൽ എൻ്റെ പേര് എഴുതുമ്പോൾ എൻ്റെ പേരാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ Hൽ എഴുതാം. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചൊരു ക്വാണ്ടിറ്റിക്ക് ഹാരി എന്നൊരു യൂണിറ്റ് വരികയാണെങ്കിൽ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ലെറ്റർ എന്താക്കാൻ പറ്റില്ല? ക്യാപിറ്റൽ H ആക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സ്മാൾ ലെറ്റർ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എഴുതിയിരിക്കുന്ന ന്യൂട്ടൺ എന്ത്? യൂണിറ്റിൻ്റെ ന്യൂട്ടൺ അല്ല, ആളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. യൂണിറ്റായിട്ടാണ് നിങ്ങളിത് എഴുതുന്നതെങ്കിൽ നിങ്ങളിത് എങ്ങനെ തന്നെ എഴുതേണ്ടി വരും? ഇങ്ങനെ എഴുതേണ്ടി വരും. യൂണിറ്റ് മൊത്തത്തിലാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടി വരും. അതായത് ഫുൾ നെയിംസ് ഓഫ് യൂണിറ്റ് എഴുതുമ്പോൾ, വെൻ റൈറ്റിംഗ് ഫുൾ നെയിംസ് ഓഫ് യൂണിറ്റ് എന്ത് ചെയ്യണം? ആളുടെ പേരല്ലാത്തത് ലോവർ കേസിൽ തുടങ്ങണം. ഇനി ആളുടെ പേരാണെങ്കിലും അത് എന്ത് തന്നെ തുടങ്ങണം? ലോവർ കേസ് തുടങ്ങണം. എല്ലാം ലോവർ കേസിലെ സ്റ്റാർട്ട് ചെയ്യാവൂ. അതായത് കണ്ടോ, ഈവൺ ഇഫ് ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ എ സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നുണ്ടായതാണെങ്കിലും സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നുണ്ടായതല്ലെങ്കിലും എല്ലാം ഏത് യൂണിറ്റ് ആണെങ്കിലും ആ യൂണിറ്റിൻ്റെ ഫുൾ വേർഡ് നിങ്ങൾ എഴുതുന്നുണ്ടോ, നിങ്ങൾ എന്തേ ഉപയോഗിക്കാവൂ? ലോവർ കേസിൽ അത് സ്റ്റാർട്ട് ചെയ്യാവൂ. അതായത് യൂണിറ്റായിട്ട് കെൽവിൻ എഴുതുമ്പോൾ കെൽവിൻ്റെ എല്ലാ ലെറ്ററും സ്മാൾ ആയിരിക്കണം. അവിടെ നിങ്ങൾ ക്യാപിറ്റൽ K ഇട്ടാൽ ഇത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇവിടുത്തെ ന്യൂട്ടൺ യൂണിറ്റ് അല്ല പേരാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. കാരണം യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഈ തുടക്കത്തിൽ N ഇട്ടാൽ അത് തെറ്റാണ്. ഇവിടെ ജൂളിന് ക്യാപിറ്റൽ J ഇട്ടാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേരുള്ളതാണെങ്കിൽ പോലും എന്ത് മൊത്തത്തിൽ ആ വേർഡ് എഴുതുമ്പോൾ നിങ്ങൾ എന്തേ യൂസ് ചെയ്യാവൂ? ലോവർ കേസ് ലെറ്റർ യൂസ് ചെയ്യാവൂ. ഇതാണ് കറക്റ്റ്. N മുതൽ അവസാനത്തെ N വരെ എല്ലാം സ്മാൾ ആയിരിക്കണം. ഇത് തെറ്റാണ്. തുടക്കത്തിൽ N ക്യാപിറ്റൽ ആവാൻ പാടില്ല. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേരും എല്ലാം നമുക്ക് മാറ്റി വെക്കാം. ജനറലായി പറഞ്ഞാൽ ഏതൊരു യൂണിറ്റും സിമ്പലിന് പകരം നിങ്ങൾ മൊത്തം വേർഡായിട്ടാണത് എഴുതുന്നതെങ്കിൽ അവിടെ എല്ലാ ലെറ്റേഴ്സും എന്തായിരിക്കണം? ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കണം. റൈറ്റിംഗ് ദ ഫുൾ നെയിം ഓഫ് എ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ ഫുൾ നെയിം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ലോവർ കേസ് ലെറ്ററിലേ സ്റ്റാർട്ട് ചെയ്യാവൂ. അതിന് പേരാണെങ്കിലും അല്ലെങ്കിലും. അതാണ് നമ്മുടെ അടുത്ത റൂള്. അപ്പോൾ നമ്മൾ 3 റൂള് പറഞ്ഞു. ജനറൽ യൂണിറ്റുകളാണെങ്കിൽ അവയുടെ സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ സ്മാൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റ് ആണെങ്കിൽ അവയുടെ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ഇനി യൂണിറ്റിൻ്റെ പേര് മൊത്തത്തിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം സ്മാൾ ലെറ്റേഴ്സ് ആയിരിക്കണം, ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു വസ്തുവിൻ്റെ ഭാരം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മതി. 2.5 കിലോഗ്രാംസ് എന്ന് പറയേണ്ടതില്ല, അത് തെറ്റാണ്. ഒരു വസ്തുവിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയരുത്, അത് തെറ്റാണ്. മനസ്സിലായോ? യൂണിറ്റുകൾക്ക് ഒരിക്കലും എന്തില്ല? പ്ലൂറൽസ് ഇല്ല, ബഹുവചനമില്ല. എന്താണ്? ഫിസിക്സിലെ യൂണിറ്റുകൾക്ക് ബഹുവചനമില്ല, നോ പ്ലൂറൽ ഫോം. അപ്പോൾ ഒരു യൂണിറ്റും സിമ്പിൾ ഷുഡ്സ് നെവർ ബി റിട്ടൺ ഇൻ, അതിന് ഈ പേരിൽ നിന്നുണ്ടായതായാലും അല്ലാത്തതായാലും, മറ്റേ 7 ന്യൂട്ടൺസ് ബലം അങ്ങനത്തെ സാധനം ഇല്ല. ഓക്കെ, 75 സെൻറ്റിമീറ്ററാണ് കറക്റ്റ്. 75 സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതിയാൽ അത് റോങ് ആണ്. 75 സെൻറ്റിമീറ്ററാണ് കറക്റ്റ്. 75 സെൻറ്റിമീറ്റേഴ്സ് ഇല്ല. 5 കെൽവിൻസ് ഇല്ല. 3 മോൾസ് ഇല്ല. 3 മോൾ യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറുള്ളൂ? പ്ലൂറൽ ഫോം ഇല്ല. യൂണിറ്റ് ഷുഡ് നെവർ ബി റിട്ടൺ ഇൻ പ്ലൂറൽ ഫോം. അതുപോലെ യൂണിറ്റുകൾ, ഇപ്പോൾ ഞാൻ ഒരു സാധനത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിക്കുമ്പോൾ
10 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ട് കുത്തിടരുത്, ഫുൾ സ്റ്റോപ്പ് ഇടരുത്. എവിടെ ഇടാം? ഒരു സെൻറ്റൻസിൻ്റെ അവസാനമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം സെൻറ്റിമീറ്റർ വന്നാൽ സെൻറ്റൻസ് തീരുന്നിടത്ത് ഇവിടെ ഒരു ഡോട്ടുണ്ട്, ഇതിടാം, ഇത് ശരിയാണ്. കാരണം അവിടെ നിങ്ങൾ ഡോട്ട് ഇട്ടിരിക്കുന്നത് യൂണിറ്റിൻ്റെ കൂടെയല്ല, മറിച്ച് എന്ത് സെൻറ്റൻസിൻ്റെ അവസാനം ഇടേണ്ട ഫുൾ സ്റ്റോപ്പാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സെൻറ്റൻസിൻ്റെ അവസാനം വരികയാണെങ്കിൽ മാത്രം യൂണിറ്റ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പോ കോമയോ ഒക്കെ ഇടാം. അല്ലെങ്കിൽ യൂണിറ്റ് കഴിഞ്ഞ ശേഷം എന്തിടാൻ പാടില്ല? ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞത് ലെങ്ത് ഓഫ് ദ ടേബിൾ ഈസ് 75 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ ടേബിൾ ഈസ് 75 സെൻറ്റിമീറ്റർ. സ്റ്റേറ്റ്മെൻറ്റ് തീരുന്നിടത്താണ് നമ്മൾ കുത്തിട്ടിരിക്കുന്നത്, യൂണിറ്റ് തീർന്നു എന്നതുകൊണ്ടല്ല. പക്ഷേ രണ്ടാമത്തേതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 75 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ടേബിൾ. ഇവിടെ യൂണിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് ഒരു കുത്തിട്ടിട്ടുണ്ട് സെൻറ്റിമീറ്റർ കഴിഞ്ഞ്, ഇത് തെറ്റാ, ഇങ്ങനെ ഇടരുത്. അതായത് സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോൾ അതിനാവശ്യമായി ഡോട്ട് ഇടുന്നു എന്നത് ഒഴിച്ചാൽ വേറെ ഒരു സമയത്തും ഒരു വസ്തുവിൻ്റെ യൂണിറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതുമ്പോൾ ഡോട്ട് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഡു നോട്ട് യൂസ് ഫുൾ സ്റ്റോപ്സ് ഓർ കോമാസ് ആഫ്റ്റർ എ സിമ്പിൾ അൺലെസ് ഇറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം യൂണിറ്റ് വന്നാൽ ഇടാവുന്ന ഫുൾ സ്റ്റോപ്പിന് അപ്പുറത്തേക്ക് വേറെ ഒരിടത്തും യൂണിറ്റ് എഴുതുമ്പോൾ യൂണിറ്റിൻ്റെ അവസാനം കുത്തോ കോമയോ ഉപയോഗിക്കാൻ പാടില്ല. 75 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഇവിടെ കുത്തിട്ടത് തെറ്റാണ്. കാരണം യൂണിറ്റ് കഴിഞ്ഞ് കുത്തിട്ടിരിക്കുകയാണ്, ഈ കുത്ത് ഇവിടെ വേണ്ട, ഇത് തെറ്റാണ്. പക്ഷേ ഇവിടെ സെൻറ്റൻസിൻ്റെ അവസാനം ഇടേണ്ട കുത്താണ് ഇട്ടിരിക്കുന്നത്, യൂണിറ്റ് കഴിഞ്ഞിട്ടല്ല കുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അതാണ് അടുത്ത റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമ്പോഴുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമ്മൾ ആക്സലറേഷൻ പറഞ്ഞു, അതെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇങ്ങനെ എഴുതരുത്, ഇത് തെറ്റാ, ഇത് രണ്ടും തെറ്റാ. പകരം ഇതിന് ഒരുമിച്ച് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഈ 2 സെക്കൻഡ് ഒരുമിച്ച് അതായത് സെക്കൻഡ് സ്ക്വയർ ആവും. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് എഴുതണോടെ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെഴുതണം. ഇങ്ങനെ എഴുതിയാലുള്ള മിസ്റ്റേക്ക് എന്താ? ഇവിടെ ഒന്നിലധികം സ്ലാഷുകൾ വന്നു. അതായത് ആക്സിലറേഷൻ്റെ യൂണിറ്റിനെ നമ്മൾ 2 യൂണിറ്റുകളുടെ ഡിവിഷനായാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മീറ്റർ എന്ന യൂണിറ്റിൻ്റെയും സെക്കൻഡ് എന്ന യൂണിറ്റിൻ്റെയും ഡിവിഷനായാണ് ആക്സിലറേഷൻ എന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഒന്നിലധികം തവണ ഡിവിഷൻ അഥവാ സ്ലാഷ് വരാൻ പാടില്ല. ഒരു യൂണിറ്റിൽ ഒരൊറ്റ സ്ലാഷേ പാടുള്ളൂ. എന്താണ്? ഒരു യൂണിറ്റിൽ ഒരൊറ്റ സ്ലാഷേ പാടുള്ളൂ. മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു സാധനമില്ല. ഓക്കെ, അപ്പോൾ യൂസ് സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ്, അതാണ് എന്ത് സോളിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ച് വേണം എന്ത് ഡിവിഷൻ്റെ ഫോമിൽ വരുന്ന യൂണിറ്റുകൾ എഴുതാൻ. ഓക്കെ, ഇപ്പോൾ ആംബിയർ പെർ മീറ്റർ എന്നൊരു യൂണിറ്റ് എഴുതിയാൽ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. അതിനെ ആംബിയർ പെർ മീറ്റർ എന്ന് എഴുതരുത്, ഇത് തെറ്റാ. മറിച്ച് എന്തെഴുതണം? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഒരൊറ്റ സ്ലാഷേ ഒരു യൂണിറ്റിൽ ഉപയോഗിക്കാവൂ. സോ യൂസ് സ്ലാഷ് ടു ഇൻഡിക്കേറ്റ് ഡിവിഷൻ വൈൽ റൈറ്റിംഗ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ, ഡിവിഷൻ മാത്രമല്ല മൾട്ടിപ്ലിക്കേഷനും വരാം, 2 വരാം. ഡിവിഷൻ വരുന്നിടത്ത് എന്ത് ചെയ്യണം? സ്ലാഷ് ഉപയോഗിച്ച് ഡിവിഷനെ റെപ്രസെൻ്റ് ചെയ്യണം. അതിൽ തന്നെ ഒരൊറ്റ സ്ലാഷേ പാടുള്ളൂ. അതാണ് സിംഗിൾ സ്ലാഷ് റൂൾ. നെവർ യൂസ് മോർ ദാൻ 1 സ്ലാഷ്. ഞാൻ പറഞ്ഞ സാധനം, ഒന്നിലധികം സ്ലാഷുകൾ ഒരിക്കലും ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ഉപയോഗിക്കരുത്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ശരി, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. അങ്ങനെ എഴുതരുത്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതരുത്. ഓക്കെ, പിന്നുള്ളത് ഞാൻ പറഞ്ഞു, ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ 2 തരത്തിൽ നമുക്ക് എഴുതാം. 2 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ ഡിവിഷനായിട്ടും എഴുതാം, 2 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതാം. പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ ഞാനത് ന്യൂട്ടൺ എഴുതി. ഇങ്ങനെ എഴുതാവോ? ന്യൂട്ടൺ ഇങ്ങനെ എഴുതാവോ? എഴുതിക്കൂടാ. ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റിൻ്റെ സിമ്പിൾ ആണെങ്കിൽ സ്മാൾ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ന്യൂട്ടൺ, ഇതാണ് കറക്റ്റ്. ഓക്കെ, ന്യൂട്ടൺ, ഇതാണ് കറക്റ്റ്. അപ്പം ന്യൂട്ടൻ്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ് ആണ്, അല്ലേ? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം അല്ലടേ വർക്ക്.
ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസാണ് വർക്ക്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് വർക്കിൻ്റെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഡിസ്റ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പോൾ ന്യൂട്ടണും മീറ്ററും കൂടി ഞാൻ ഒന്നിച്ചിട്ടു അല്ലേ. ഇതാണ് എന്ത്? വർക്കിൻ്റെ യൂണിറ്റ്. ഇങ്ങനെ ഒന്നിച്ചിടാവോ? ഇട്ടൂടാ, ഇത് തെറ്റാ. പക്ഷേ എനിക്കൊന്നും ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട് അല്ലേ. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിന് ഇങ്ങനെ ഒരുമിച്ചങ്ങ് എഴുതരുത് രണ്ടും കൂടി, ഇത് തെറ്റാണ്. ഒന്നുകിൽ ഇതിനിടയിൽ ഇതുപോലൊരു ഗ്യാപ്പ് ഇടണം, അല്ലെങ്കിൽ രണ്ടിനും ഇടയിൽ ഒരു ഡോട്ട് ഇടണം. മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഡോട്ട് ഇടണം. ഇത് രണ്ടുമാണ് കറക്റ്റ്. ഐദർ എ സ്പേസ് ഓർ എ ഡോട്ട്. രണ്ട് യൂണിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് ഒരു യൂണിറ്റ് വരുന്നതെങ്കിൽ ഒന്നുകിൽ അവയ്ക്കിടയിൽ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഒരു ഡോട്ട് വേണം. ഐദർ യൂസ് എ ഡോട്ട് ഓർ എ സ്പേസ് ബിറ്റ്വീൻ ദം വെൻ യൂണിറ്റ്സ് ആർ പ്രോഡക്ട്സ് ഓഫ് അതർ യൂണിറ്റ്സ്. ഒരു യൂണിറ്റ് മറ്റ് രണ്ട് യൂണിറ്റുകളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവയ്ക്കിടയിൽ ഒന്നുകിൽ ഒരു സ്പേസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു ഡോട്ട്. ന്യൂട്ടൺ മീറ്റർ എന്നെഴുതിയാൽ ന്യൂട്ടൺ കഴിഞ്ഞ് ഡോട്ട്, അത് കഴിഞ്ഞ് മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞ് മീറ്റർ. അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററിന് കൂടെ പശ തേച്ച് ഒട്ടിച്ച് വെച്ചതുപോലെ ഒരുമിച്ച് എഴുതിയാൽ അത് തെറ്റാണ്. അതാണ് നമ്മുടെ എക്സാമ്പിൾ. കണ്ടോ, ഒന്നുകിൽ ന്യൂട്ടൺ മീറ്റർ, രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഡോട്ട്, അല്ലെങ്കിൽ ന്യൂട്ടൺ കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞ് മീറ്റർ. ഇതാണ് കറക്റ്റ്. അല്ലാതെ രണ്ടും കൂടെ ഒന്നിച്ചെഴുതിയാൽ ഇതെന്ത്? തെറ്റ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് റോങ് ആണ്. അതാണ് അടുത്ത നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട് വരെ പോയി. അപ്പോൾ എത്ര ദൂരം നിങ്ങൾ സഞ്ചരിച്ചു എന്ന് ചോദിക്കുമ്പോൾ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിയുടെ വീട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ് 1 കിലോമീറ്ററും 500 മീറ്ററും. ഞാൻ 1 കിലോമീറ്ററും 500 മീറ്ററും സഞ്ചരിച്ചു. പറയുന്ന തെറ്റുണ്ടോയെന്ന് വെച്ചാൽ ആരും നിങ്ങളെ അടിക്കുകയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മളത് പറയാറുണ്ട്. 1.5 കിലോമീറ്റർ എന്നതിന് പകരം 1 കിലോമീറ്റർ മീറ്റർ 500 മീറ്റർ കൂടെ പോയാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഫിസിക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡായ യൂണിറ്റ് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് പറയാൻ നമ്മൾ ഒന്നിലധികം യൂണിറ്റുകൾ ഉപയോഗിക്കില്ല. എന്താണ്? ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിൽ നമ്മൾ ഒന്നിലധികം യൂണിറ്റുകൾ ഉപയോഗിക്കില്ല. എന്തേ പറയൂ? മിക്സ് ചെയ്ത് സിമ്പൽ പറയാറില്ല. നെവർ മിക്സ് യൂണിറ്റ് സിമ്പിൾസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? കിലോമീറ്റർ എന്ന് പറയുന്ന സിമ്പിളും മീറ്റർ എന്ന് പറയുന്ന സിമ്പിളൂടെ മിക്സ് ചെയ്തു അല്ലേ. അതായത് ഇപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മാസ് ബൈ വോളിയമാണ്. ഇപ്പോൾ മാസ് കിലോഗ്രാം, വോളിയം മീറ്റർ ക്യൂബ്. അപ്പോൾ മാസ് ബൈ വോളിയം ആകുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ ഒരു യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഇത് വേറെ റൂളാണ്, ഞാൻ ഈ പറഞ്ഞ സാധനമല്ല. ഈ റൂൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾ എഴുതുമ്പോൾ ഒന്നുകിൽ കിലോഗ്രാമും മീറ്റർ ക്യൂബും രണ്ടും സിമ്പിൾ വെച്ച് തന്നെ നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ കിലോഗ്രാം എന്നും വേർഡിൽ എഴുതണം, പെർ എന്നതും വേർഡിൽ എഴുതണം, ക്യൂബിക് മീറ്റർ എന്നതും വേർഡിൽ എഴുതണം. അല്ലാതെ എന്തെന്ന് എഴുതരുത്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് താഴെ ഇങ്ങനെ എഴുതരുത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതരുത്. ഇത് kg അല്ലല്ലേ. ഇങ്ങനെ എഴുതിയാലും തെറ്റാ. kg പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയാലും തെറ്റാ. കാരണം നിങ്ങളിവിടെ സ്ലാഷിന് പകരം പെർ ആണ് ഉപയോഗിച്ചത് അല്ലേ. ഒന്നുകിൽ നിങ്ങൾ നെയിമായിട്ട് എഴുതുന്നെങ്കിൽ മൊത്തവും നെയിമായിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതണം. ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയാൽ അത് തെറ്റാ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയാൽ അത് തെറ്റാ. കാരണം കിലോഗ്രാം എന്ന നെയിമും മീറ്റർ ക്യൂബ് എന്ന സിമ്പലും നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നിലധികം യൂണിറ്റുകളുടെ മിക്സായിട്ട് പുതിയൊരു യൂണിറ്റ് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും സിമ്പലിൽ തന്നെ എഴുതണം, അല്ലെങ്കിൽ രണ്ടും നെയിമായിട്ട് തന്നെ എഴുതണം. നെയിമും സിമ്പലും കൂടി മിക്സ് ചെയ്യരുത്. കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്താണ്? കറക്റ്റാണ്. കാരണം ഇതെല്ലാം എന്താണ്? നെയിംസാണ്. അപ്പോൾ ഇത് ശരിയാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കറക്റ്റാണ്, കാരണം രണ്ടും സിമ്പലാണ്. ഇതും ശരിയാണ്. പക്ഷേ ഇത് കണ്ടോ, രണ്ടാമത്തുണ്ടോ, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഇത് തെറ്റാ. ഇതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? കിലോഗ്രാം എന്നത് നിങ്ങൾ സിമ്പലിൽ എഴുതി, ക്യൂബിക് മീറ്റർ എന്നുള്ളത് വേർഡിൽ എഴുതി. ഇതും തെറ്റാ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തെറ്റാ. കാരണം കിലോഗ്രാമും മീറ്റർ ക്യൂബും സിമ്പലിലാണ്, പക്ഷേ പെർ എന്ന് നിങ്ങൾ വേർഡ് ഉപയോഗിച്ച് എഴുതി. അപ്പോൾ ഒരു യൂണിറ്റിൽ നിങ്ങൾ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ എല്ലാം വേർഡ്സിലായിരിക്കണം എഴുതേണ്ടത്. ഒരു യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ എഴുതണം. അല്ല നെയിമും സിമ്പിളും കൂടി എന്ത് ചെയ്യരുത്? മിക്സ് ചെയ്യരുത്. ഇത് തെറ്റാ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തെറ്റാ. കാരണം കിലോഗ്രാം വേർഡും മീറ്റർ ക്യൂബ് സിമ്പലുമാണ്.
ഓക്കെ, അപ്പോൾ ഒന്നിലധികം യൂണിറ്റുകൾ ഒരുമിച്ച് എഴുതുമ്പോൾ നെയിമും സിമ്പലും കൂടി മിക്സ് ചെയ്യരുത്. ഇനി ഞാൻ ഈ പറഞ്ഞ സാധനം 1 കിലോഗ്രാമും 1 കിലോമീറ്ററും 500 മീറ്ററും, ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യരുത്, ഒരിക്കലും എഴുതരുത്. ഓക്കെ, അങ്ങനെ എഴുതിയാലുള്ള പ്രശ്നം ഇപ്പോൾ കണ്ടോ, 10.25 മീറ്റർ എന്നതാണ് കറക്റ്റ്. 10.25 മീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, നമ്മളീ പറയുമ്പോൾ തന്നെ 10 മീറ്ററും പിന്നെ 25 സെൻറ്റിമീറ്ററാണ് 0.25 മീറ്റർ. 25 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലാക്കി പറയുമ്പോൾ ഇത് എത്രയാവും, 0.25 മീറ്റർ ആവും. അപ്പോൾ 0.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഒരിക്കലും 10 മീറ്ററിനും 25 സെൻറ്റിമീറ്ററിനും എഴുതരുത്, അത് തെറ്റാ. 10 മീറ്റർ 25 സെൻറ്റിമീറ്ററിന് എഴുതരുത്, ഇത് തെറ്റാ. ഇങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഫിസിക്സിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു സാധനത്തിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ ഒരൊറ്റ യൂണിറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരൊറ്റ യൂണിറ്റ്, ഓൺലി 1 യൂണിറ്റ് ടു എക്സ്പ്രസ് മെഷർമെൻറ്റ് ഓഫ് എ വാല്യൂ, അല്ലെങ്കിൽ മെഷർമെൻറ്റ് വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ മെഷർമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഒന്നിലധികം യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനെ ഒട്ടിച്ച് വെക്കരുത്, സ്പേസ് ഇടണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ആകുമ്പോൾ ഒരു നമ്പരും ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും, അല്ലേ? 273 കെൽവിനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ 273ൻ്റെയും കെൽവിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഇടണം. അതും എന്ത് ചെയ്യരുത്, പശ തേച്ച് ഒട്ടിച്ച് വെക്കരുത്, ഇത് തെറ്റാ. ഒരു സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യാവൂ, എഴുതാവൂ. 100 മീറ്ററിന് എഴുതുമ്പോൾ 100ൻ്റെയും മീറ്ററിൻ്റെയും ഇടയിൽ ജസ്റ്റ് ഒരു ശ്വാസം എടുക്കാനുള്ള സ്പേസ് ഇടണം. രണ്ടും കൂടെ ഒട്ടിച്ച് വെച്ചെഴുതിയാൽ ഇത് തെറ്റാ. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ജനറലായി നമുക്ക് പറയാനുള്ള ഈ യൂണിറ്റുകൾ എഴുതുമ്പോഴുള്ള റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ റൂളുകളെല്ലാം ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് ഒന്ന് ഓർത്ത് നോക്കിയടേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ റൂളുകൾ? ആദ്യം പറഞ്ഞു, ഏത് യൂണിറ്റിൻ്റെയും സിമ്പൽ എഴുതുമ്പോൾ ജനറൽ യൂണിറ്റുകളാണെങ്കിൽ, അതായത് നെയിമിൽ നിന്നുണ്ടാവാത്ത യൂണിറ്റുകളാണെങ്കിൽ അവയുടെ എല്ലാം സിമ്പൽ എഴുതുമ്പോൾ ലോവർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കണം ഇംഗ്ലീഷിൽ. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ റൂള്. രണ്ടാമത് പറഞ്ഞ റൂൾ എന്താ, ആളുകളുടെ പേരിൽ നിന്നുണ്ടായ യൂണിറ്റുകളാണെങ്കിൽ അവയുടെ സിമ്പൽ എഴുതുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ഇനി ഏത് സിമ്പലാണെങ്കിൽ, ഏത് യൂണിറ്റ് ആണെങ്കിലും സിമ്പലിന് പകരം ഫുൾ വേർഡ്സിൽ അവയുടെ നെയിം എഴുതുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്മാൾ ലെറ്റേഴ്സ് ആയിരിക്കണം. അത് പേരിൽ നിന്നുണ്ടായതായാലും അല്ലെങ്കിലുമൊക്കെ അതെന്തിലായിരിക്കണം, സ്മാൾ ലെറ്റേഴ്സിലായിരിക്കണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എവിടെ യൂസ് ചെയ്യാം, സ്മാൾ ലെറ്റർ എവിടെ യൂസ് ചെയ്യാം എന്നുള്ളതിൽ നമുക്ക് ആ കൺഫ്യൂഷൻ മാറി. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. യൂണിറ്റ് എഴുതുന്ന റൂളിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ സ്മാൾ എവിടെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇവിടെ ഉണ്ട്, അല്ലേ? ജനറൽ യൂണിറ്റ് ആണെങ്കിൽ സിമ്പിൾ എഴുതുമ്പോൾ സ്മാൾ ലെറ്റർ, പേരിൽ നിന്നുണ്ടായ യൂണിറ്റ് ആണെങ്കിൽ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ. ഇനി ഏത് യൂണിറ്റ് ആണെങ്കിലും അതിൻ്റെ ഫുൾ നെയിം എഴുതുന്നുണ്ടെങ്കിൽ എന്തിലായിരിക്കണം, സ്മാൾ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലൂറൽ ഫോം ഇല്ല യൂണിറ്റിന്. യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും സിംഗുലാർ ഫോമിൽ എഴുതാവൂ. 75 സെൻറ്റിമീറ്റേഴ്സ്, 75 കെൽവിൻസ് എന്നൊന്നുമില്ല. 75 കെൽവിൻ, 75 സെൻറ്റിമീറ്റർ. അതാണ് അടുത്തത്. പങ്ക്ച്വേഷനും കുത്തും കോമയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോഴോ സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ഭാഗമായോ കുത്തും കോമയും ഉപയോഗിക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാനായി പാടില്ല, യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ അതിനുശേഷം ഡോട്ട് ഉപയോഗിക്കാൻ പാടില്ല. സെൻറ്റൻസിൻ്റെ അവസാനം വന്നാൽ മാത്രം എന്ത് ചെയ്യാം, ഡോട്ടോ കോമയോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമ്പോൾ 2 യൂണിറ്റുകളുടെ ഡിവിഷനായാണ് ഒരു യൂണിറ്റ് എഴുതുന്നതെങ്കിൽ അവയ്ക്കിടയിൽ ഒരു സ്ലാഷ് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ഒരൊറ്റ സ്ലാഷേ യൂസ് ചെയ്യാവൂ. ഒന്നിലധികം സ്ലാഷുകൾ യൂസ് ചെയ്താൽ അത് തെറ്റാണ്. പിന്നെ ഒന്നിലധികം യൂണിറ്റുകളുടെ ഡിവിഷൻ പോലെ മൾട്ടിപ്ലിക്കേഷൻ വരാം. അങ്ങനെ ഒന്നിലധികം യൂണിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഒന്നുകിൽ യൂണിറ്റുകൾക്കിടയിൽ ഒരു ഡോട്ട് വേണം, അല്ലെങ്കിൽ ഒരു സ്പേസ് വേണം. അല്ല രണ്ടും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ച് എഴുതിയാൽ അത് തെറ്റാണ്. പിന്നെ ഒന്നുകിൽ എല്ലാം നെയിമുകൾ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എല്ലാം സിമ്പിൾ തന്നെ ഉപയോഗിക്കണം. നെയിമും സിമ്പിളും കൂടി കലർത്തരുത്. യൂണിറ്റിൻ്റെ നെയിമും സിമ്പിളും കൂടി മിക്സ് ചെയ്ത് എഴുതരുത്. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് മൊത്തം വേർഡിൽ എഴുതണം. അല്ല കിലോഗ്രാം എന്ന് വേർഡിലും മീറ്റർ ക്യൂബ് എന്ന് സിമ്പിളിലും എഴുതരുത്, അത് തെറ്റാണ്. അതാണ് അടുത്ത റൂള്. പിന്നെ സ്പേസിങ് ആൻഡ് വാല്യൂ റെപ്രസെൻറ്റേഷൻ. ഒരു വാല്യൂവിനും ഒരു യൂണിറ്റിനും ഇടയിൽ എന്തുണ്ടായിരിക്കണം, ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെന്ത്, ഒരു മെഷർമെൻറ്റിനെ സൂചിപ്പിക്കാനായി ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഒന്നിലധികം യൂണിറ്റുകൾ ഉപയോഗിച്ച് ഒരു മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് എഴുതരുത്. ഇതാണ് നമുക്ക് യൂണിറ്റുകൾ എഴുതുന്നതിനെ സംബന്ധിച്ചുള്ള പൊതുവായ റൂൾസ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. ഇത് നിങ്ങളുടെ SCRTയിൽ പ്രത്യേകം ഒരു ടേബിളായി തന്നെ, ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റുകളെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ SCRT ഈ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്തൊരു ടേബിളായി തന്നെ ഇത് പ്രത്യേകം തന്നിട്ടുണ്ട്. PSC ഒരു ഫേവററ്റ് ഏരിയയാണ് SCRT എന്നതിനാൽ അതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായതിനാലും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് PSCക്ക് കൺസെപ്റ്റൽ ചോദ്യങ്ങളോടൊക്കെയുള്ള താല്പര്യം കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരാളോട് ഞാനിത് കൊടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത് അളന്ന് തരാൻ പറയുമ്പോൾ അയാൾ പറഞ്ഞാൽ എനിക്ക് മീറ്റർ അളക്കാനേ സൗകര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം മീറ്റർ എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ് ആണ്. അളക്കുമ്പോൾ പൊതുവായി നിങ്ങളെല്ലാവരും മീറ്ററിൽ അളക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടെങ്കിലും കിലോമീറ്റർ എന്നത് എല്ലാ രാജ്യത്തും സ്റ്റാൻഡേർഡൈസ്ഡ് ആയതുപോലെ തന്നെ ഒരു യാർഡ് എന്നത് ഇന്ത്യയിലും സെയിമാണ്, അമേരിക്കയിലും സെയിമാണ്. ഒരാൾക്ക് യാർഡിൽ എന്ത് ചെയ്യാം, ഒരു ലെങ്തിനെ മെഷർ ചെയ്യാം അല്ലേ. അപ്പോൾ ലെങ്തിന് ഡിഫറൻറ്റ് യൂണിറ്റുകൾ ഉണ്ടാവാം, മാസിന് ഡിഫറൻറ്റ് യൂണിറ്റുകൾ ഉണ്ടാവാം, അങ്ങനെ ഡിഫറൻറ്റ് യൂണിറ്റുകൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവാം. പക്ഷേ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ള ലെങ്തിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? കോമണായി സെൻറ്റിമീറ്റർ അല്ലേ, പഠിക്കുന്ന കാലം തൊട്ടേ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും കൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും നടപ്പ്. അപ്പോൾ സെൻറ്റിമീറ്റർ നമുക്കറിയാം, മില്ലിമീറ്റർ അറിയാം, കിലോമീറ്റർ അറിയാം. ഇതൊക്കെ സാധാരണയായി നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ലെങ്തിൻ്റെ യൂണിറ്റുകളാണ്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് അളക്കും, മീറ്ററൊക്കെ ആണെങ്കിൽ മീറ്റർ സ്കെയിൽ വെച്ച് അളക്കും. സെൻറ്റിമീറ്റർ സ്കെയിൽ തന്നെ മില്ലിമീറ്റർ മാർക്കിങ്സ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് അളക്കാൻ പറ്റും. കിലോമീറ്ററൊക്കെ കുറച്ചുകൂടി വലിയ അളവാണ് അല്ലേ. അപ്പോൾ SI യൂണിറ്റ് മീറ്റർ ആണെന്ന് നമുക്കറിയാം, ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഇങ്ങനെയുള്ള സ്മാൾ സ്കെയിലുകളിലൊക്കെ മാത്രം നമുക്ക് പറഞ്ഞാൽ മതിയോ? ഇത് നമ്മുടെ സ്മാൾ സ്കെയിലാണ്. ഇപ്പോൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സ്മാൾ സ്കെയിലാണ്. ഇതിനേക്കാൾ ചെറിയ സ്കെയിലുണ്ട്, ഏതാണെന്നറിയാമോ? അറ്റോമിക് സ്കെയിലും ന്യൂക്ലിയർ സ്കെയിലും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ആറ്റത്തിൻ്റെ ആവറേജ് റേഡിയസ് എത്രയാണ്? അല്ലെങ്കിൽ ഒരു അറ്റോമിക് ന്യൂക്ലിയസിന്, ഇപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അറ്റോമിക് ന്യൂക്ലിയസ് ഒക്കെ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട് മെയിൻസിൽ. അപ്പോൾ ഒരു അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 15 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് നിങ്ങൾ എനിക്ക് അളന്നു തരൂല. അവിടെ നമുക്ക് ചെറിയ എന്ത് വേണം? യൂണിറ്റുകൾ. അവിടെയാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു 10⁻⁹ മീറ്റർ എന്ന് പറഞ്ഞാൽ നാനോമീറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ചെറിയ യൂണിറ്റാണ് ലെങ്തിൻ്റെ. അതുപോലെ 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നൊരു ലെങ്ത് ഉണ്ട്. അതിനെയാണ് നമ്മൾ 1 ആങ്സ്ട്രം എന്ന് പറയാറുള്ളത്. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻10 മീറ്റർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10⁻⁻10 എന്ന് പറഞ്ഞാൽ എന്താണത്? അത് 1/10⁻10 ആണ്. ഓക്കെ, മാത്തമെറ്റിക്കലി 10⁻⁻10 എന്ന് പറഞ്ഞാൽ അത് 1/10⁻10 ആണ്. അപ്പോൾ 10⁻⁻10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/10⁻10 മീറ്റർ. അതായത് 10⁻10 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 10 പൂജ്യം. അപ്പോൾ ഒരു മീറ്ററിനെ നിങ്ങൾ 1 കഴിഞ്ഞ് 10 പൂജ്യമുള്ള, അത് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, അത്രയും ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗം, അതാണിത്. അതിനെയാണ് നമ്മൾ ഒരു ആങ്സ്ട്രം എന്ന് വിളിക്കുന്നത്. ഇട്ടിട്ട് മുകളിൽ നമ്മൾ ഡോട്ട് ഇടും. ഒരു ആങ്സ്ട്രം നമ്മൾ വിളിക്കുന്നത്. അതൊരു ചെറിയ സ്കെയിൽ ഓഫ് ലെങ്ത് ആണ്. അതിനേക്കാൾ ചെറിയ സ്കെയിലാണ് 1 ഫെർമി. അത് 10⁻⁻15 മീറ്ററാണ്. അപ്പോൾ അതെത്ര? ഒരു മീറ്ററിനെ 1 കഴിഞ്ഞ് 15 പൂജ്യമുള്ള അത്രയും ഭാഗമാക്കിയാലും 1. അപ്പോൾ അത് കുറച്ചുകൂടെ ചെറുതാണ്. മനസ്സിലായി? ഇതൊക്കെ എന്താണ്? ലെങ്തിൻ്റെ നിങ്ങളുടെ NCERTയിലും SCERTയിലും ഒക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്മാൾ സ്കെയിൽസ് ഓഫ് ലെങ്ത് ആണ്. PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ചോദ്യവും ഈ ഒരു ഏരിയയിൽ നിന്നാണ് വന്നത്. അതിൽ തന്നിരുന്ന 4 ലെങ്ത് റേഞ്ചുകളിൽ ഒരെണ്ണം ഫെർമി ആയിരുന്നു തന്നിരുന്നത്. അതിൽ ഏറ്റവും ചെറുതും ഫെർമി ആയിരുന്നു. അപ്പോൾ -10 കഴിഞ്ഞ് മൈനസാണ് കിടക്കുന്നതെങ്കിൽ അത് വലുതാവും തോറും, അതായത് മൈനസ് കഴിഞ്ഞ് കിടക്കുന്ന സംഖ്യ വലുതാവും തോറും ഈ യൂണിറ്റ് ചെറുതാവും. 10⁻⁻15, 10⁻⁻18. മൈനസ് കഴിഞ്ഞ് കിടക്കുന്നതിന് വലുത് 18 ആണ്. 10⁻⁻18 ആണ് ചെറുത്. ആ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ലെങ്തിൻ്റെ ചെറിയ യൂണിറ്റാണ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റുകളല്ലാത്ത ചെറിയ യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ചോദിച്ചാൽ നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ വെച്ചോ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ് വെച്ചോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്ര എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള മീറ്റർ സ്കെയിൽ വെച്ച് നിങ്ങൾ അളന്നു തുടങ്ങും ഭൂമിയോട് സൂര്യൻ വരെ എത്ര ദൂരം ഉണ്ടെന്ന്? പറ്റില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ യൂണിറ്റുകളെല്ലാം അവിടെ നിർഗുണന്മാരാവും. ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്നുള്ള അവസ്ഥ എത്തും വലിയ സ്കെയിൽ ഓഫ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ, അല്ലേ? അപ്പോൾ അങ്ങനെ വലിയ സ്കെയിൽ ഓഫ് ഡിസ്റ്റൻസിൽ നമ്മൾ പറയുന്ന ഒരു ലെങ്തിൻ്റെ യൂണിറ്റാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്താണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? നിങ്ങൾ നോക്കണേ, ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇത് സൂര്യൻ,
സൂര്യൻ്റെ ചുറ്റാകെ സർക്കുലാർ പാത്തിലാണോ ഭൂമി കറങ്ങുന്നത്? അല്ല. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് അല്ലേ? എലിപ്റ്റിക്കൽ പാത്താവുമ്പോൾ ഈ റേഡിയസ് ഉണ്ടല്ലോ, അഥവാ സണ്ണിനും എർത്തിനും ഇടയിലുള്ള ദൂരം വേരി ചെയ്തുകൊണ്ടിരിക്കും. സർക്കിളാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഈ ദൂരം സെയിം ആയിരിക്കും, നമ്മളതിന് റേഡിയസ് എന്ന് വിളിക്കും. പക്ഷേ എലിപ്റ്റിക്കൽ പാത്ത് ആയതുകൊണ്ട് തന്നെ ഈ സണ്ണിനും എർത്തിനും ഇടയിലുള്ള ദൂരം വേരി ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ വേരി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സൺ എർത്ത് റേഡിയസ്, അതായത് സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ആരം എന്ന് പറയുന്ന ഒരു ആവറേജ് വാല്യൂ ആയിട്ടാണ് എടുക്കാറുള്ളത്. ഈ ആവറേജ് റേഡിയസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്തിനെയാണ് നമ്മൾ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അഥവാ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്, ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ശരാശരി അകലത്തെയാണ് നമ്മൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് എത്രയാണ്? 1.49 × 10⁻11. ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് 1.5 എന്ന് എഴുതാം. അപ്പോൾ 1.5 × 10⁻11 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻11 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 11 പൂജ്യം. അപ്പോൾ 1.45 × 10⁻11, അതായത് 1.5 നമ്മൾ 15 നിട്ടാൽ 15 × 10⁻10, അതായത് 15 കഴിഞ്ഞ് 10 പൂജ്യം. 15 കഴിഞ്ഞ് 10 പൂജ്യം അത്രയും മീറ്റർ. ആ ദൂരം നിങ്ങൾ ആലോചിക്കുക. 15 കഴിഞ്ഞ് 10 പൂജ്യം അത്രയും മീറ്റർ. അത്രയും അകലം ആർക്കിടയിലുണ്ട്? സൂര്യനും ഭൂമിക്കും ഇടയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഈ അകലത്തെയാണ് നമ്മൾ 1 അസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ഇത്രയാണ്. ആ വാല്യൂ പഠിച്ചു വെക്കാൻ ശ്രമിക്കണേ. 1.49 × 10⁻11 മീറ്റർ അല്ലേ? അതുപോലെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു ദൂരമുണ്ട്. ആ ദൂരമാണ് ലൈറ്റ് ഇയർ. പലർക്കും കൺഫ്യൂസ്ഡ് ആവും. ഇയർ എന്ന് കിടപ്പുണ്ട് ഇവിടെ അല്ലേ? ലൈറ്റ് ഇയർ. ഇയർ എന്ന് പറഞ്ഞാൽ വർഷം. അപ്പോൾ ദിവസം, മാസം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ സമയത്തിൻ്റെ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര? 24 മണിക്കൂറാണ് അല്ലേ? അതുപോലുള്ള 24 മണിക്കൂറുള്ള ദിവസങ്ങൾ 30-31 ചേരുമ്പോഴാണ് ഒരു മാസം. അപ്പോൾ അങ്ങനെയുള്ള 12 മാസങ്ങൾ ചേരുമ്പോഴാണ് ഒരു വർഷം. അപ്പോൾ സാധാരണ വർഷം എന്നൊക്കെ പറഞ്ഞാൽ സമയത്തിൻ്റെ ഇടവേളയല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇയർ എന്ന് കിടക്കുന്നത് ടൈമിൻ്റെ യൂണിറ്റ് അല്ലേ? അല്ല. ഇതിൻ്റെ അവസാനം കിടക്കുന്ന നോക്ക്, എത്ര കിടക്കുന്നത്? മീറ്റർ. മീറ്റർ. എന്താണ് 1 ലൈറ്റ് ഇയർ? ആ പേരിൽ തന്നെയുണ്ട്. നിങ്ങൾ ആ വേർഡുകൾ ശ്രദ്ധിക്കുക, ലൈറ്റും ഇയറും. സോ ലൈറ്റ് ഇയർ, ഒരു ഇയർ കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. എന്താണ്? ഒരു ഇയർ കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. നമുക്കറിയാം പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് c ഈസ് ഈക്വൽ ടു 3 × 10⁸8 ആണ്. 10⁸8 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 8 പൂജ്യം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 കഴിഞ്ഞ് 1 2 3 4 5 6 7 8. 3 കഴിഞ്ഞ് 8 പൂജ്യം. നിങ്ങൾക്ക് ആ ഭീകരത മനസ്സിലാവാൻ, അല്ലെങ്കിൽ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഇത്ര എഴുതിയത്. ഇതാണ് പ്രകാശത്തിൻ്റെ വേഗത, ശൂന്യതയിലെ വേഗത. ശ്രദ്ധിക്കണേ, പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ളത് എവിടെയാണ്? ശൂന്യതയിൽ, വാക്വത്തിൽ. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം ഇത് മീറ്ററിലാണ് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്. മീറ്ററിലാണ് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രിഫിക്സുകൾ പറഞ്ഞു 10⁻3 എന്ന് പറയുമ്പോൾ കിലോ ആവും. അതായത് 3 പൂജ്യം നമ്മളങ്ങ് എടുത്താൽ അതെന്തായി? കിലോയായി അല്ലേ? അത് കിലോ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനൊരു 3 പൂജ്യം നമുക്കങ്ങ് മാറ്റാം. ഈ 3 പൂജ്യത്തിന് പകരം നമുക്കിവിടെ ഒരു കിലോ ഇട്ടൂടെ? ഇത് 10⁻3 അല്ലേ? അപ്പോൾ ഇത് 3-ന് പകരം നമുക്കിവിടെ ഒരു കിലോ ഇട്ടൂടെ? അപ്പോൾ 3 കഴിഞ്ഞ് ബാക്കി എത്ര പൂജ്യമുണ്ട്? 5 പൂജ്യം. 3 കഴിഞ്ഞ് 5 പൂജ്യവും ഈ കിലോയും കൂടെ ചേർത്ത് നമുക്ക് എത്ര എഴുതാം? കിലോമീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ നോക്കിയേ, 3 കഴിഞ്ഞ് 5 പൂജ്യം എത്ര? 1 10 100 1000 10,000 ലക്ഷം. അതായത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. പ്രകാശത്തിൻ്റെ വേഗത എത്ര? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. എന്താണ്? ഒരു സെക്കൻഡിൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അത്രയും വലുതാണ് പ്രകാശത്തിൻ്റെ വേഗത. അപ്പോൾ ഒരു സെക്കൻഡിൽ, ഇതിൻ്റെ അർത്ഥം എന്താ? കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 2 സെക്കൻഡിൽ എത്ര സഞ്ചരിക്കൂടെ? 6 ലക്ഷം കിലോമീറ്റർ. 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 9 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമുക്ക് ഇത് ഒരു സെക്കൻഡിൽ ഇത്ര സഞ്ചരിക്കുക, 60 സെക്കൻഡിൽ എടുത്താൽ 1 മിനിറ്റിൽ എത്ര സഞ്ചരിക്കുമെന്നായി. 60 മിനിറ്റിൽ കൊണ്ട് എത്ര സഞ്ചരിക്കുമെന്ന് കണ്ടുപിടിച്ചാൽ അത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പ്രകാശം എത്ര സഞ്ചരിക്കുന്നു കിട്ടും. അതിന് 24 കൊണ്ട് ഗുണിച്ചാൽ 24 മണിക്കൂർ, അഥവാ ഒരു ദിവസം കൊണ്ട് പ്രകാശം എത്ര സഞ്ചരിക്കുന്നു കിട്ടും. അതിനെ 365 കാലം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നു കിട്ടും. ഇതിനെയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗമാണ് ഒരു പ്രകാശവർഷം. എന്താണ്ടേ? ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം.
ഓക്കെ, അത് എത്രയാണ്? 9.46 × 10⁻15. അത് 9.46 1 കഴിഞ്ഞ് 15 അത്രയും വലുതാണ്. ഓക്കെ, അതുപോലെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു യൂണിറ്റാണ് പാർസെക്ക്. സെക്ക് കിടക്കുന്നുണ്ട്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ക് കിടക്കുന്നുണ്ട്, നമുക്കിത് ടൈം അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ യൂണിറ്റിൻ്റെ അവസാനം കിടക്കുന്നത് മീറ്റർ. എന്താണ് പാർസെക്ക്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് പഠിച്ചപ്പോൾ ആംഗിൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആംഗിൾ ഉണ്ടാവാൻ 2 വര വേണ്ട, ഒറ്റ വര മതി. ഒരു വര ഇത് നോക്കിയേ, ഒരു വര ഇങ്ങനെ കറങ്ങിയാൽ അത് ആംഗിളായി എന്ന് ഞാൻ പറഞ്ഞില്ല, കറക്റ്റായി. ഒരു വര എന്ത് ചെയ്യുന്നു? കറങ്ങിയാൽ അത് ആംഗിളായി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സൂര്യൻ ഇരിക്കുകയാണ്. ആദ്യം ഭൂമി ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് ഭൂമി ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ? ഇവിടെ ഒരു ആർക്ക് ലെങ്ത് ഉണ്ടാവില്ലേ? ഭൂമി സൂര്യന് ചുറ്റാ കറങ്ങുകയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിരുന്ന ഭൂമി കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, രണ്ടിടത്ത് ഇവിടെ ഒരു ആർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ആർക്കും റേഡിയസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ആംഗിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ പ്രൊട്രാക്റ്റിൽ നിങ്ങൾ 1 ഡിഗ്രി കണ്ടിട്ടുണ്ട്, 1 ഡിഗ്രി കോണുള്ള എത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ 1 ഡിഗ്രിയെ ഇപ്പോൾ ഇതാണ് 1 ഡിഗ്രി എന്ന് വിചാരിക്കുക. അത് മനസ്സിലാവാനാണ് 1 ഡിഗ്രി അത്ര വലുതാക്കി വരച്ചത്, സാധാരണ ഇത്ര വലുതല്ല. ഇതിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് എത്ര ഭാഗങ്ങളാക്കുന്നു? 3600 ഭാഗങ്ങളാക്കുന്നു. എത്രയുടെ? 3600 ഭാഗങ്ങൾ. 1 ഡിഗ്രിയെ നമ്മൾ 3600 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരെണ്ണം എടുക്കുന്നു. അതായത് എത്ര? 1/3600. ഇത്രയും ഡിഗ്രി. ഇതെന്താ ഇതിൻ്റെ അർത്ഥം? 1/3600 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 1 ഡിഗ്രിയെ 3600 ഭാഗങ്ങളാക്കിയതിൽ 1. എന്താണ്? 1 ഡിഗ്രിയെ 3600 ഭാഗങ്ങളാക്കിയതിൽ 1. അങ്ങനെ 1 ഡിഗ്രിയെ 3600 ഭാഗങ്ങളാക്കിയതിൽ 1 എന്ന ആ കോണളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ 1 ആർക്ക് സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് 1 ആർക്ക് സെക്കൻഡ്. എന്താണ് 1 ആർക്ക് സെക്കൻഡ്? 1/3600 ഡിഗ്രി. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം. ഭൂമി സൂര്യനെ ചുറ്റി 1 ആർക്ക് സെക്കൻഡ് കോണളം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ ആഴ്ചയ്ക്ക് എത്ര ചെറിയ കോണാണ്? 1 ഡിഗ്രിയെ 3600 ആക്കിയാൽ ഒരെണ്ണമാണ് 1 ആർക്ക് സെക്കൻഡ്. അപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും വലുതാക്കി വരച്ചാണ്. ഈ ആംഗിൾ എന്താണെന്ന് വിചാരിക്കുക? 1 ആർക്ക് സെക്കൻഡാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായ ഈ ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 പാർസെക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആവറേജ് റേഡിയസ് ഓഫ് എർത്ത്. ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സണ്ണിനും എർത്തിനിടയിലുള്ള ദൂരം. സണ്ണിനും എർത്തിനിടയിലുള്ള ശരാശരി ദൂരം എത്ര? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ? അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ആരം 1 ആർക്ക് സെക്കൻഡ് ആംഗിള് ഉണ്ടാക്കുമ്പോൾ അത് കവർ ചെയ്ത ആർക്ക് ലെങ്ത് എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ആരം. ദേ AB. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഈ ആരം അതെത്ര? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് 1 ആർക്ക് സെക്കൻഡ് കോണളവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആർക്ക് ലെങ്താണ് ആര് 1 പാർസെക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആവറേജ് റേഡിയസ് ഓഫ് എർത്ത് സബ്റ്റൻസ് ആൻഡ് ആംഗിൾ 1 ആർക്ക് സെക്ക്. തിരിച്ചും പറയാം. അതായത് ഭൂമി സൂര്യന് ചുറ്റുന്നതിനിടയിൽ ഈ 1 പാർസെക്ക് ആർക്ക് ലെങ്ത് കവർ ചെയ്യുമ്പോഴാണ് നടുക്ക് എത്ര ആംഗിൾ ഉണ്ടാവുന്നത്? 1 ആർക്ക് സെക്ക് ആംഗിൾ ഉണ്ടാവുന്നത്. 2 മീനിങ്ങിലും നമുക്ക് പറയാം. 1 ആർക്ക് സെക്ക് ആംഗിൾ കൊണ്ട് ഭൂമി ഉണ്ടാക്കിയെടുത്ത ചാപമാണ് 1 പാർസെക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ 1 പാർസെക്ക് ചാപം ഭൂമി കറങ്ങി വന്നതിനിടയിൽ ഇവിടെ ഉണ്ടായ ആംഗിളാണ് 1 ആർക്ക് സെക്ക് എന്നും പറയാം. രണ്ടും കറക്റ്റാണ്. ഓക്കെ, അതാണ് 1 പാർസെക്ക് എന്ന് പറയുന്നത്. എന്താ 1 പാർസെക്ക്? 1/3600 ഡിഗ്രി അഥവാ 1 ആർക്ക് സെക്ക് കോണളവ് കൊണ്ട് ഭൂമി ഉണ്ടാക്കിയെടുത്ത ആർക്ക് ലെങ്ത്. കണ്ടോ, 1 ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര? 1/3600 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ അളവാണ്. ഇതിപ്പോൾ നോക്കി, ഇതെത്ര? 3.08 × 10⁻16. 1 ആർക്ക് സെക്ക് എത്ര? 1 ഡിഗ്രിയെ 3600 ആക്കിയാൽ ഒരെണ്ണം. അപ്പോൾ അത്രയും ചെറിയ ആംഗിൾ തിരിയുമ്പോൾ പോലും ഭൂമി ഇത്രയും ദൂരം എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ SCERTയിൽ തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ശരാശരി ദൂരമാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതൊക്കെ ഇതുപോലെ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം, SCERTയിലുള്ളതുകൊണ്ട്. ഓക്കെ, അപ്രോക്സിമറ്റ്ലി 150 മില്യൺ കിലോമീറ്ററാണ്. ഞാൻ ഈ പറഞ്ഞ 15 കഴിഞ്ഞ് 10 0 എന്ന് പറഞ്ഞ സാധനമല്ലേ, അതിനാണ് പറഞ്ഞിരിക്കുന്നത് 150 മില്യൺ കിലോമീറ്റർ.
ഓക്കെ, ഇനി എ ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ ഇൻ വാക്വം. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. എന്തുകൊണ്ടാണ് ശൂന്യതയിൽ നമ്മൾ എടുത്ത് പറഞ്ഞാൽ ശൂന്യതയിൽ മാത്രമേ പ്രകാശത്തിന് 3 × 10⁸ ഉള്ളൂ. വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത മാറും. അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഒപ്റ്റിക്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വേഗത തന്നിട്ടുണ്ട് കണ്ടോ, 3:5 അത്രയും km/s തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലെങ്തിൻ്റെ കുറച്ച് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്തിൻ്റെ നമ്മൾ ഏതൊക്കെ യൂണിറ്റുകളാണ് ഡിസ്കസ് ചെയ്തത്? SI യൂണിറ്റ് മീറ്ററാണ് നമുക്കറിയാം, ജനറലി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ പറയാം. ഫെർമി നമ്മൾ പറഞ്ഞു, ഈ യൂണിറ്റുകളെല്ലാം ഓർത്ത് വെച്ചോണേ. ഫെർമി 10⁻⁻15 മീറ്റർ, അത് വളരെ ചെറുതാണ്. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻10. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻11 മീറ്റർ, അത് നമുക്കറിയാം. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.49 അല്ലെങ്കിൽ 1.5 × 10⁻11, അപ്പോൾ 150 മില്യൺ കിലോമീറ്റർ. ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അതുപോലെ 1 ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഡ്യൂറിങ് 1 ഇയർ ഇൻ വാക്വം. വാക്വത്തിൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം അഥവാ 1 ലൈറ്റ് ഇയർ. 1 പാർസെക് എന്ന് പറഞ്ഞാൽ എന്ത്? 1 പാർസെക് എന്ന് പറഞ്ഞാൽ എന്ത്? ഏത് ദൂരത്തിലാണോ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനിടയിൽ 1 ആർക്ക് സെക്ക് ആംഗിൾ ഉണ്ടാക്കുന്നത്, ആ ദൂരത്തെയാണ് 1 പാർസെക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ 1 ആർക്ക് സെക്ക് ആംഗിൾ ഭൂമി തിരിയുമ്പോൾ ഭൂമി ഉണ്ടാക്കിയ ആർക്ക് ലെങ്തിനെയാണ് 1 പാർസെക് എന്ന് വിളിക്കുന്നത്. രണ്ടും പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച ദൂരത്തിൻ്റെ വലിയ യൂണിറ്റുകൾ. ഈ ആർക്ക് സെക്കിൻ്റെ ഡെഫിനിഷനൊക്കെ നോക്കി വെച്ചോണേ, അതുപോലെ തന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ SCERT നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേറൊരു ടേബിളാണിത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി വളരെ വലിയ വേഗതയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഓക്കെ, ലൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലൈറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 × 10⁸ എന്ന് പറയുമെങ്കിലും എന്ന് പറഞ്ഞാൽ 2.9979 സംതിങ് ഇൻറ്റു 10⁸8 മീറ്റർ/s എന്നാണ് അത് കറക്റ്റ്. ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്താണ് നമ്മൾ എന്തെന്ന് 3 × 10⁸8 എന്ന് ആക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കറക്റ്റ് വാല്യൂ, ഉണ്ടോ? ഇത്രയും മീറ്റർ/s ആണ് എന്ത് പ്രകാശത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടത്തെ വേഗത? വാക്വത്തിലെ ശൂന്യതയിലെ വേഗത. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് ഇത്രയും മീറ്റർ/s ആണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 സെക്കൻഡ് കൊണ്ട് പ്രകാശം, നമുക്കത് ഇതുപോലെ എഴുതാം, 299, 792, 458 ഇത്രയും മീറ്റർ സഞ്ചരിക്കും. 1 സെക്കൻഡ് കൊണ്ട് പ്രകാശം ഇത്രയും മീറ്റർ സഞ്ചരിക്കും, അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇത്രയും മീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് 1 സെക്കൻഡ് വേണം. എന്താണ്? ഇത്രയും മീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് 1 സെക്കൻഡ് വേണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി താഴെ കൊണ്ടുവന്നൂടെ? 1/299, 792, 458 ഇത്രയും സെക്കൻഡ് കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ ഇതിങ്ങിപ്പുറത്ത് പോയപ്പോൾ ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? 1 മീറ്ററേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് പ്രകാശം ഇത്രയും ദൂരം സഞ്ചരിക്കും. അപ്പോൾ 1/, ഇതിനിപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ 1/, ഇത്രയും. ഓക്കെ, ഇത്രയും സെക്കൻഡ് കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കും? 1 മീറ്റർ സഞ്ചരിക്കും. ഈ 1 മീറ്ററാണ് നമ്മളെവിടെ പറഞ്ഞ SI യൂണിറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ 1 മീറ്റർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്രകാശം സഞ്ചരിക്കുന്ന വേഗത വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 സെക്കൻഡ് ഈക്വൽ ടു ഇത്രയും മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ ഇത്രയും സെക്കൻഡ്, കണ്ടോ? ഇത്രയും സെക്കൻഡ് ഈക്വൽ ടു 1 മീറ്റർ. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഈ വാല്യൂ ഇത്രയും വലുതാണെങ്കിൽ 3യുടെ ടൈംസിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, 3യോട് ഏറ്റവും അടുത്തേക്കുന്നൊരു വാല്യൂ എന്ന അർത്ഥത്തിൽ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 മീറ്റർ കണക്കാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെങ്തിന് വിവിധങ്ങളായ യൂണിറ്റുകൾ പറഞ്ഞതുപോലെ നമ്മൾ മാസിനും വ്യത്യസ്തങ്ങളായ യൂണിറ്റ് പറയും. എൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കുമ്പോൾ 74 കിലോഗ്രാം എന്ന് എനിക്ക് ഇവിടുത്തെ ഒരു വെയിങ് മെഷീനിൽ കയറ്റി നോക്കാൻ പറ്റും. എൻ്റെ ഒരാൾ 3 കാർബണാറ്റ് നിന്നിട്ട് വെയിറ്റ് ഇളക്കാൻ പറഞ്ഞാൽ ഈ വെയിറ്റ് ഇളക്കുന്ന മെഷീൻ കൊണ്ട് എനിക്ക് വല്ലതും കിട്ടുമോ? നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ കടയിൽ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ്, ഈ ത്രാസിൽ കൊണ്ടുവച്ച് ഞാൻ ഈ 3 കാർബണാറ്റത്തിനെ വെച്ച് എനിക്ക് അതിൻ്റെ മാസ് മറ്റേ 1 കിലോഗ്രാം പടി വെച്ച് അളക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്ന കിലോഗ്രാം പോലെയുള്ള യൂണിറ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? മാസ് അളക്കാനായിട്ട് പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ അളക്കുന്ന മാസം ഉണ്ടല്ലോ, കിലോഗ്രാം മാസം ഉണ്ടല്ലോ,
അതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോഗ്രാം എത്രയാണെന്നുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആരാണ്? ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, നമ്മൾ പറഞ്ഞ BIPM, ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു. അവരാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിച്ചിരിക്കുന്നത് എത്രയാണ് 1 കിലോഗ്രാം എന്ന സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട്, അവരുടെ ലബോറട്ടറീസിനുണ്ട്. ഇന്ത്യയിൽ അത് സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. ഫിസിക്സ് വേണമെങ്കിൽ അവർക്ക് GK ആയിട്ടൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റനാണ്. ഇന്ത്യയിൽ 1 കിലോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 1 കിലോഗ്രാം എന്ന ഭാരം വെച്ചിട്ട് നമുക്കൊരാറ്റത്തിൻ്റെ ഭാരം അളക്കാൻ പറ്റില്ല, മോളിക്യൂളിൻ്റെ ഭാരം അളക്കാൻ പറ്റില്ല. അതൊക്കെ അളക്കുമ്പോൾ കിലോഗ്രാം എന്താവും? ഇൻകൺവീനിയൻ്റ് ആവും അല്ലേ? അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അറ്റോമിക് സ്കെയിലിലും മോളിക്കുലാർ സ്കെയിലിലും ഒക്കെയുള്ള ഭാരം അളക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ക്യാപിറ്റൽ യു കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ലെങ്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും കിലോമീറ്ററും ഒന്നും വെച്ചിട്ട് നമുക്ക് ആറ്റങ്ങളുടെ ന്യൂക്ലിയർ റേഡിയസ് അളക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ചെറിയ യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു. ഈ യൂണിറ്റ് വെച്ച് തന്നെ നമുക്ക് വലിയ വലിയ ബഹിരാകാശ ദൂരങ്ങൾ അളക്കാൻ പറ്റില്ല, വേറെ യൂണിറ്റ് വേണമെന്ന് പറഞ്ഞ പോലെ ഇവിടെയും കിലോഗ്രാം വെച്ച് നമുക്ക് ആറ്റത്തിൻ്റെ ഭാരം അളക്കാൻ പറ്റില്ല, വേറെ യൂണിറ്റ് വേണം. ആ യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്? കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ നിങ്ങൾ പഠിക്കും കെമിസ്ട്രിയിൽ. കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് 6C12, കാർബൺ 12 എന്ന് പറയും. ഓക്കെ, ഈ കാർബൺ 12ൻ്റെ മാസിനെ 6C12 എന്ന് പറയുന്ന ഈ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിനെ നമ്മൾ 12 ഭാഗങ്ങളാക്കും. എന്നിട്ട് അതിലൊരെണ്ണം എടുക്കും. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിനെ നമ്മൾ 12 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരു ഭാഗം എടുക്കും. 1/12 ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ഒരു ആറ്റത്തിൻ്റെ 12 ഭാഗത്തെയാണ് നമ്മൾ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതിൽ ശ്രദ്ധിക്കണം, ഇലക്ട്രോണുകൾ മാസ് വളരെ കുറഞ്ഞ പദാർത്ഥമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഭൂരിഭാഗം മാസം ന്യൂക്ലിയസിലാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ കാർബൺ 12ൻ്റെ ന്യൂക്ലിയർ മാസ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, ഇലക്ട്രോണിൻ്റെ മാസ് കൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. സോ ടോട്ടൽ മാസ് ഓഫ് ദ ആറ്റം, ദാറ്റ് ഈസ് മാസ് ഇൻക്ലൂഡിങ് ഇലക്ട്രോണിൻ്റെ മാസും കൂടി ചേർത്തിട്ട് കാർബൺ 12 ഐസോട്ടോപ്പിന് എത്ര മാസ് ഉണ്ടോ അതിനെ 12 ഭാഗങ്ങളാക്കും. അതിലൊരു ഭാഗമാണ് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതാണ് നമ്മൾ ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും ഒക്കെ മാസ് പറയാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ. അതെന്ന് പറഞ്ഞാൽ എത്ര? അത് വളരെ ചെറുതാണ്. കിലോഗ്രാമിൻ്റെ യൂണിറ്റിൽ അത് പറഞ്ഞാൽ 1.66 × 10⁻⁻27. 10⁻⁻27 എന്ന് പറഞ്ഞാൽ താഴെ ഡിവൈഡഡ് ബൈ 1/27. അപ്പോൾ അത് അത്രയും ചെറുതാണ്. ഓക്കെ, ഇതാണ് ഈ വാല്യൂ പഠിച്ചു വെച്ചോളാം. ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാല്യൂ. ഫിസിക്സ് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കെമിസ്ട്രി ചോദ്യം വരാം. ഇതാണ് എന്തെന്ന് പറയുന്നത് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്തിൻ്റെയും മാസിൻ്റെയും ഡിഫറൻറ്റ് യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, ഇനി ഇതുപോലെ ടൈമിൻ്റെ യൂണിറ്റ് ഉണ്ടല്ലേ? എന്താ ടൈമിൻ്റെ യൂണിറ്റ്? 1 സെക്കൻഡ്. അപ്പോൾ ഈ 1 സെക്കൻഡ് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 1 സെക്കൻഡ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ അറ്റോമിക് ക്ലോക്ക് അഥവാ CCM ക്ലോക്ക്, രണ്ടും പറയാറുണ്ട്. ഒന്നുകിൽ CCM ക്ലോക്ക് അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്ക്, അല്ലെങ്കിൽ CCM അറ്റോമിക് ക്ലോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ CCM ആറ്റത്തിൻ്റെ പീരിയോഡിക് വൈബ്രേഷൻസ് അനുസരിച്ചാണ് നമ്മൾ 1 സെക്കൻഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്ത് 1 സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചാണ്. ഇന്ത്യയിലെ അറ്റോമിക് ക്ലോക്ക് എവിടെ? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ന്യൂഡൽഹി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ത്യയിൽ 1 കിലോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡും NPL ന്യൂഡൽഹിയിലാണ്, 1 സെക്കൻഡിൻ്റെ സ്റ്റാൻഡേർഡും NPL ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഇരിക്കുന്ന അറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി പഠിക്കും. അപ്പോൾ വേവൊക്കെ പഠിക്കുന്ന നമ്മൾ ഫ്രീക്വൻസി പഠിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്നത് 1/ടൈം പീരീഡ് ഓഫ് ആൻ ഓസിലേഷൻ എന്നാണ് പറയുന്നത്. 1/ടൈം പീരീഡ്. ആ ഡെഫിനിഷനെ പറ്റി നിങ്ങൾ ബോധേടാവുണ്ട്, അത് പിന്നെ പഠിക്കും. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത്? സെക്കൻഡിൻ്റെ യൂണിറ്റിലാണ് പറയുന്നത്. എത്ര സെക്കൻഡാണ് ടൈം പീരീഡ് അല്ലേ? അപ്പോൾ 1/സെക്കൻഡ് ആയിട്ടാണ് നമ്മൾ ആരുടെ യൂണിറ്റ് പറയുന്നത്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്നാൽ ഹെഡ്സ് ആണല്ലേ. അപ്പോൾ 1 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 1/1 സെക്കൻഡാണ് 1 ഹെഡ്സ് അല്ലേ? അപ്പോൾ 1 സെക്കൻഡ് ഡിഫൈൻ ചെയ്താൽ നമുക്ക് അത് വെച്ച് തന്നെ 1 ഹെഡ്സ് അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഡിഫൈൻ ചെയ്തുകൂടെ? അപ്പോൾ ഈ പറഞ്ഞ നാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ടൈമിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്ന അതേ ഇൻ്റർവെലും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും നമുക്ക് എന്തായിട്ട്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമുക്ക് എന്ത് CCM അറ്റോമിക് ക്ലോക്ക് വെച്ച് തന്നെ പറയാൻ പറ്റും. അപ്പോൾ PSC വേണമെങ്കിൽ ഒരു കൊനഷ്ട ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് കണക്കാക്കുന്നത് എന്തുപയോഗിച്ചാണെന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ എന്നതിൽ CCM ക്ലോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് CCM എഴുതാം.
കാരണം ഒരു സെക്കൻഡ് ഡിഫൈൻ ചെയ്താലേ 1/, ടൈം പീരീഡ് എന്ന് പറയുന്ന യൂണിറ്റ് വെച്ച് നമുക്ക് ഹെഡ്സ് പറയാൻ പറ്റും. അപ്പോൾ സമയവും ഫ്രീക്വൻസിയും സെക്കൻഡും ഫ്രീക്വൻസിയുടെ യൂണിറ്റും നമ്മൾ എന്ത് വെച്ച് തന്നെയാണ് പറയുന്നത്, NBL ഈ ക്ലോക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ടൈമിൽ പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ജനറലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു, ക്വാണ്ടിറ്റികൾ എന്താണ്, അവയെ എങ്ങനെ മെഷർ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെവിടെ പഠിച്ചത്, ലാസ്റ്റ് യൂണിറ്റ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ആ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആ യൂണിറ്റുകൾ എഴുതുന്നതിനുള്ള നിയമങ്ങൾ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ. ജനറൽ യൂണിറ്റുകളെല്ലാം സ്മാൾ ലെറ്റേഴ്സിലെ സിമ്പിളായി എഴുതാവൂ. പേരിൽ തുടങ്ങുന്ന യൂണിറ്റുകളാണെങ്കിൽ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. പിന്നെ ഈ പറഞ്ഞ ഏത് യൂണിറ്റ് ആയാലും ഫുൾ നെയിമിൽ എഴുതുന്നുണ്ടെങ്കിൽ അത് ലോവർ കേസ് ലെറ്ററിൽ എഴുതാവൂ. പിന്നെ യൂണിറ്റുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ല, സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ. അതുപോലെ യൂണിറ്റുകൾക്ക് ശേഷം പങ്ക്ച്വേഷൻ മാർക്കോ ഫുൾ സ്റ്റോപ്പുകളോ ഉപയോഗിക്കരുത്. സെൻറ്റൻസുകളുടെ അവസാനത്തിൽ വന്നാലല്ലാതെ അവ ഉപയോഗിക്കാൻ പാടില്ല. ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമ്പോൾ ഒന്നിലധികം ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ ഡിവിഷൻ ആണെങ്കിൽ അവിടെ സ്ലാഷ് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും ഒരു യൂണിറ്റിൽ ഒരൊറ്റ സ്ലാഷ് ഉപയോഗിക്കാവൂ, അതിനെ സിംഗിൾ സ്ലാഷ് റൂൾ എന്ന് പറഞ്ഞു. ഒന്നിലധികം സ്ലാഷുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഒന്നിലധികം യൂണിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒന്നുകിൽ ഇടയിൽ സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു ഡോട്ട് വേണം, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒന്നുകിൽ എല്ലാം സിമ്പിൾ ഉപയോഗിച്ച് എഴുതുക, അല്ലെങ്കിൽ എല്ലാം നെയിം ഉപയോഗിച്ച് എഴുതുക. നെയിമും സിമ്പിളും മിക്സ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂവിനും അതിൻ്റെ യൂണിറ്റിനുമിടയിൽ സ്പേസിങ് വേണം, അവയെ പേസ്റ്റ് ചെയ്തെഴുതരുത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ്, ഒന്നിലധികം യൂണിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും റൂൾസ് നമ്മൾ പറഞ്ഞു. സിമ്പിളാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ലെങ്ത്തിൻ്റെ ഡിഫറൻ്റായ യൂണിറ്റുകൾ പറഞ്ഞു. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ മുതൽ ഫെർമിയും ആങ്സ്ട്രോവും പോലെയുള്ള ചെറിയ യൂണിറ്റുകൾ പറഞ്ഞു. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പോലെയുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിൻ്റെ യൂണിറ്റാണ്, അത് ഓർത്തോണേ. ലൈറ്റ് ഇയർ ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. പാർസെക്ക് ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. ആർക്ക് സെക്ക് ആംഗിളിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇയറും പാർസെക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇതെല്ലാം ലെങ്താണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ വാക്വത്തിലൂടെ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണെന്ന് പറഞ്ഞു. പ്രകാശത്തിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രകാശത്തിൻ്റെ വെലോസിറ്റി വെച്ചിട്ട് 1 മീറ്റർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളെന്ത് പറഞ്ഞു, മാസിൻ്റെ വ്യത്യസ്തമായ യൂണിറ്റ് പറഞ്ഞു. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന കിലോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് BIPM ആണ്. അതിൻ്റെ ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന NPL ന്യൂഡൽഹിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ആ 1 കിലോഗ്രാം വെച്ച് ആറ്റത്തിൻ്റെ മോളിക്കുള്ളിലെ മാസ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ഇലക്ട്രോണുകൾ ഉൾപ്പെടെയുള്ള മാസിൻ്റെ 12 ഭാഗം അതിനെ നമ്മൾ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് 1.66 × 10⁻27 കിലോഗ്രാം ആണെന്ന് പറഞ്ഞു. അത് വെച്ചാണ് നമ്മൾ അറ്റോമിക് ലെവലിൽ മാസ് പറയുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ടൈം CCM ആറ്റങ്ങളുടെ പീരിയോഡിക് വൈബ്രേഷൻ വെച്ചാണ് നമ്മൾ ഒരു സെക്കൻഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആറ്റോമിക് വൈബ്രേഷൻ ആയതിനാൽ അതിന് ഒന്നുകിൽ അറ്റോമിക് ക്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ CCM ക്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ CCM അറ്റോമിക് ക്ലോക്ക് എന്ന് പറയും. NPL ന്യൂഡൽഹിയിലുള്ള CCM അറ്റോമിക് ക്ലോക്ക് വെച്ചാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അത് വെച്ച് തന്നെ നമ്മൾ ഫ്രീക്വൻസിയും ഡിഫൈൻ ചെയ്തത്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. വളരെ സിമ്പിളായ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീസും പറഞ്ഞു, അവയുടെ യൂണിറ്റ് പറഞ്ഞു, അതിൻ്റെ റൂൾസ് പറഞ്ഞു, ഡിഫറൻസ് യൂണിറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.